Hi, let us discuss some important topics in our fifth module, that is Fourier transforms. ഈ മൊഡ്യൂള് ഫോർത്ത് സെമസ്റ്റർ കുട്ടികളിൽ തേർഡ് മൊഡ്യൂളായിട്ട് പഠിക്കുന്നതാണ്. അതേ ടോപ്പിക്സ് തന്നെയാണ് ഫസ്റ്റ് ഇയർ കുട്ടികൾക്ക് ഫിഫ്ത്ത് മൊഡ്യൂളിൽ വരുന്നത്. സോ ലെറ്റ് us ഡിസ്കസ് സം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഇൻ ദാറ്റ് സെക്ഷൻ. ഓക്കെ, സോ ഫസ്റ്റ് ഞാനിവിടെ പറയാൻ പോകുന്നത്, ഫസ്റ്റ് നമ്മുടെ ടോപ്പിക്ക് വരുന്നത് ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ആണ്. ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ യൂഷ്വലി നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ ഫോറിയർ സീരീസ് പഠിച്ചിട്ടുണ്ട്. അതായത് പീരിയോഡിക് ആയിട്ടുള്ള എല്ലാ ഫങ്ഷൻസിനെയും നമുക്ക് സൈനിൻ്റെയും കൊസൈൻ്റെയും ഇൻഫൈനൈറ്റ് സീരീസ് ആക്കി റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ അതിൽ പ്രത്യേകിച്ച് പറയുന്നത് പീരിയോഡിക് ആയിട്ടുള്ള എല്ലാ ഫങ്ഷൻസിനെയും. സോ ഇവിടെ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ, നോൺ പീരിയോഡിക് ആയിട്ടുള്ള ഫങ്ഷൻസിനെ സീരീസ് ആക്കി റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് പകരം ഇൻ്റഗ്രൽ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ എന്നതിന് പറയും. സോ അത് എഴുതുന്ന മെത്തേഡാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഓഫ് സർട്ടൺ ഫംഗ്ഷൻ. ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഡയറക്റ്റ് ഫോർമുലയാണ് ഈ സെക്ഷനിൽ. ഇൻ്റഗ്രേഷൻ നന്നായിട്ട് അറിയാവുന്ന ഒരു കുട്ടിക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാം. വേറെ ഒന്നും ഇതിൽ പ്രത്യേകിച്ച് പഠിക്കാനില്ല. കുറേ ഫോർമുലാസ് ഉണ്ട്, അത് അപ്ലൈ ചെയ്തിട്ട് പ്രോബ്ലം ചെയ്യാം. സോ ആദ്യം നമ്മൾ പഠിക്കുന്നത് ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ. ദ ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to infinity a omega cos omega x plus b omega sin omega x d omega, where this a omega and b omega can be calculated using the formulas 1 by pi integral minus infinity to plus infinity f of x into cos omega x dx and b of omega equal to 1 by pi into integral minus infinity to plus infinity f of x into sin omega x dx, where x is a point in which the function is continuous. If the point is continuous, then we can represent it as a Fourier integral. Otherwise, if x is a point of discontinuity, then the value of this integral is equal to 1 by 2 of f of x plus f of x minus. അതായത് ആ പോയിന്റ്, നമ്മൾ പറയുന്ന പോയിന്റ്, സപ്പോസ് ഒരു പോയിന്റിൽ ആ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണെങ്കിൽ ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആ പോയിന്റിലുള്ള റൈറ്റ് ലിമിറ്റിൻ്റെയും ലെഫ്റ്റ് ലിമിറ്റും കാണുക, അതിൻ്റെ ആവറേജ് ആയിരിക്കും 1 by 2 ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ്. സോ ഈ കൺസെപ്റ്റ് ഞാനൊരു പ്രോബ്ലത്തിലൂടെ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് എങ്ങനെയാണ് ഇതിൻ്റെ ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ് കാണുന്നത്, ജസ്റ്റ് നമ്മൾ ഈ ഫോർമുല യൂസ് ചെയ്ത് എങ്ങനെയാണ് കാണുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഓഫ് Fourier integral representation of function f of x is equal to one if mod x is less than or equal to 1, equal to 0 if mod x greater than 1. Hence evaluate integral 0 to infinity sin lambda cos lambda d lambda by lambda x d lambda by lambda. Okay, so ഈ ക്വസ്റ്റ്യനിൽ we can see that നമുക്കറിയാം ഇതിൽ രണ്ട് പാർട്ടായിട്ടാണ്. ഫൈൻഡ് ദ ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഫംഗ്ഷൻ ആൻഡ് ഓൾസോ വി ഹാവ് ടു ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to infinity സൈൻ ലാംഡ കോസ് ലാംഡ എക്സ് ബൈ ലാംഡ ഡി ലാംഡ. സോ അതായത് ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ കൂടി നമുക്ക് കണ്ടുപിടിക്കണം. സോ ആദ്യത്തെ പാർട്ട് എങ്ങനെ കാണാം? അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. ഫോറിയർ ഇൻ്റഗ്രൽ ഇതാണ്. ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഇൻ്റഗ്രൽ 0 to infinity a omega cos omega x അല്ലേ? അപ്പോൾ ആദ്യം ഈ ഫോർമുല എഴുതണം. ഫോർമുല എഴുതുന്നതിന് മാർക്കുണ്ട്. സോ അപ്പോൾ നമ്മൾ ആദ്യം ഫോർമുല എഴുതി, ദെൻ അതിന് ശേഷം ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എ ഒമേഗ കണ്ടുപിടിക്കണം. ഞാൻ പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to infinity a omega cos omega x പ്ലസ് b of omega sin omega x d omega, where a omega equal to 1 by pi integral minus infinity to plus infinity f of x into
കോസ് ഒമേഗ എക്സ് ഡി എക്സ് അല്ലേ. ഇനി ഇവിടെ എഫ് ഓഫ് എക്സ് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഈക്വൽ ടു 1 ഫോർ മോഡ് എക്സ് ലെസ് ദാൻ 1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മോഡ് എക്സ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ -1ൻ്റെയും +1ൻ്റെയും ഇടയിലാണ്. അത് എപ്പോഴും ഓർത്ത് വയ്ക്കുക. മോഡ് എക്സ് ലെസ് ദാൻ എ മീൻസ് എക്സ് ലൈസ് ബിറ്റ്വീൻ -a ആൻഡ് +a. സോ ഈ ഒരു റിസൾട്ട് ജസ്റ്റ് എപ്പോഴും മൈൻഡിലുണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ ഈക്വൽ ടു എന്നും കൂടി ഉണ്ട്, അതായത് ഈ എൻ പോയിന്റിലും കൂടി വേണം. മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നാണ്. സോ നമ്മൾ എടുക്കേണ്ടത് ഈക്വൽ ടു 1 ഫോർ -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആൻഡ് ഈക്വൽ ടു 0 അതർവൈസ്. അതായത് ഇവിടെ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത് -1ൻ്റെയും +1ൻ്റെ ഇടയിൽ മാത്രമാണ്. സോ നമുക്കിവിടെ എങ്ങനെ എഴുതാം, ഇൻ്റഗ്രൽ -1 to 1 എന്ന് മാത്രം കൊടുത്താൽ മതി. എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 1 ആണ്, കോസ് ഒമേഗ എക്സ് ഡി എക്സ്. ഇനി ഇൻ്റഗ്രേഷൻ ചെയ്യാം അല്ലേ. സോ 1/π. സോ ഇവിടെ നോക്കിക്കുക, ഈ കോസ് ഒമേഗ എക്സ് എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷനാണ്. ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്കിതിനെ 2 ടൈംസ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. സോ 2 ടൈംസ് 0 to 1 കോസ്, അല്ലെങ്കിൽ ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ലിമിറ്റ് മാറ്റിയെന്ന് മാത്രം. 2/π ഇൻ്റഗ്രൽ കോസ് എന്ന് പറയുന്നത് സൈൻ ഒമേഗ എക്സ് ആണ് ബൈ ഒമേഗ, ലിമിറ്റ് 0 to 1 അല്ലേ, 0 to 1. സോ ആൻസർ വരുന്നത് 2/π സൈൻ ഒമേഗ ബൈ ഒമേഗ -0 എന്ന് വരും. സോ ആൻസർ 2/π സൈൻ ഒമേഗ ബൈ ഒമേഗ. ഇത് എ ഒമേഗ മാത്രമാണ്. സിമിലർലി വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ബി ഓഫ് ഒമേഗ. സോ നെക്സ്റ്റ് ബി ഓഫ് ഒമേഗ കാണണം. സോ ബി ഓഫ് ഒമേഗ ഇസ് ഇക്വേഷൻ 1/π ഇൻ്റഗ്രൽ -∞. അപ്പോൾ ഇവിടെ -1 to 1. എഫ് ഓഫ് എക്സ് എന്താണ് 1 അല്ലേ, ബാക്കിയുള്ള ഇൻ്റർവെല്ലിലൊക്കെ 0 ആണ്. സോ -1 to 1 മാത്രം എഫ് ഓഫ് എക്സ് കൊടുത്തു, സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. ഓക്കെ. സോ 1/π. ഇവിടെ സൈന് ശരിക്കും പറഞ്ഞാൽ ഓഡ് ഫംഗ്ഷനാണ്. സൈൻ എക്സ് എന്ന് പറയുന്നത് ഓഡ് ഫംഗ്ഷനാണ്. സോ -a to a ഓഡ് ഫംഗ്ഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ആൻസർ 0 ആണ്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനിത് ഇൻ്റഗ്രേഷൻ ചെയ്തു തരാം. ഇൻ്റഗ്രൽ സൈൻ എന്ന് പറയുമ്പോൾ എന്ത് വരും, -cos ഒമേഗ എക്സ് ബൈ ഒമേഗ വരും, -1 to 1. സോ നമ്മൾ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. എക്സിന് 1 കൊടുക്കുമ്പോൾ -cos ഒമേഗ ബൈ ഒമേഗ, മൈനസ് പ്ലസ് ആവും, കോസ് ഓഫ് -ഒമേഗ കോസ് ഓഫ് -cos ഒമേഗ ബൈ ഒമേഗ എന്ന് വരും. കണ്ടോ. സോ ആൻസർ എന്താ വരുന്നത്, 1/π ഇൻറ്റു 0. ദ ആൻസർ ഇസ് 0. അതായത് ഇവിടുന്ന് തന്നെ നമുക്ക് എഴുതാം, സൈൻ ഒമേഗ ഓഡ് ഫംഗ്ഷനാണ്. ഓഡ് ഫംഗ്ഷനെ -a to a ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ആൻസർ എപ്പോഴും എന്തായിരിക്കും, 0 ആയിരിക്കും. സോ നമുക്ക് എ ഒമേഗ കിട്ടി, ബി ഓഫ് ഒമേഗ കിട്ടി. therefore ഫോറിയർ integral representation of f of x is f of x is equal to, നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഏത് ഇക്വേഷനിൽ, f of x equal to 0 to infinity, integral 0 to infinity a omega cos omega x plus b of omega sin omega x d omega. ഈ റിസൾട്ടിൽ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. a ഒമേഗയുടെ വാല്യൂ 2/π sin omega by omega. സോ ഇൻ്റഗ്രൽ 0 to infinity 2/π sin omega by omega a omega cos omega x പ്ലസ് സൈൻ ഒമേഗ ബി ഓഫ് ഒമേഗ 0 ആണ്. സോ നമുക്കത് ഡി ഓഫ് ഒമേഗ എന്ന് വരും അല്ലേ. സെക്കൻഡ് പാർട്ട് ബി ഓഫ് ഒമേഗ 0 എഴുതാണ്ട് ബാക്കിയെല്ലാം ക്യാൻസൽ ചെയ്തു. സോ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2/π ഇൻ്റഗ്രൽ 0 to infinity സൈൻ ഒമേഗ കോസ് ഒമേഗ എക്സ് ബൈ ഒമേഗ ഡി ഒമേഗ. സോ വിച്ച് ഇസ് ദ ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദി ഗിവൺ ഫംഗ്ഷൻ. അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഈ ക്വസ്റ്റ്യനിൽ ഒരു സെക്കൻഡ് പാർട്ടും കൂടി ഉണ്ടായിരുന്നു. സെക്കൻഡ് പാർട്ട് പറയുന്നത് ഹെൻസ് ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to infinity സൈൻ ലാംഡ കോസ് ലാംഡ എക്സ് ഡി ലാംഡ ബൈ ലാംഡ. അതായത് ഈ ഒരു ഇൻ്റഗ്രലിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ സെയിം അതേ പാറ്റേണിൽ തന്നെയാണ്, പക്ഷേ ഒമേഗയ്ക്ക് പകരം ലാംഡയാണെന്നുള്ളൂ. അപ്പോൾ ഇതേ ഇക്വേഷനിൽ നിന്ന് ഈ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് എന്ത് എഴുതാം, therefore integral 0 to infinity sin omega cos omega x by omega d omega equal to ഈ 2/π ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും, π/2 ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് വരും. ക്ലിയർ, π/2 ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഇനി ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ഇവിടെ എക്സ് ഇസ് ഈക്വൽ, നമുക്ക് പറയുന്നത് എന്താണ്, എക്സ് ഇസ് ഈക്വൽ ടു
ഈ ക്വസ്റ്റ്യനിൽ mod x ഈക്വൽ ടു 1-ലല്ലേ, mod x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1-ലാണ്. അപ്പോൾ നമ്മൾ ഇത്രയും sin ഒമേഗ cos ഒമേഗ x d ഒമേഗ π/2 ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് വന്നാൽ മതി. സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ആൻസറായി. പക്ഷേ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എക്സിന് 1 കോസ് ലാംഡ എന്നും കൂടി ഉണ്ട്. പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു 1, എക്സ് ഇസ് ഈക്വൽ ടു 1, then we get integral 0 to infinity sin omega cos omega by omega d omega equal to π/2 into f of 1. ഇനി f of 1 എങ്ങനെ കണ്ടുപിടിക്കുക? f of x is equal to 1 for mod x less than or equal to 1, അതായത് -1 less than or equal to x less than or equal to 1 equal to 0 അതർവൈസ് അല്ലേ. ഇവിടുത്തെ പ്രോബ്ലം എന്താ വെച്ചാൽ എഫ് ഓഫ് 1 ഡയറക്റ്റായിട്ട് നമുക്കിതിൽ പറയാൻ പറ്റില്ല. കാരണം ഇവിടെ 1 എന്ന് പറയുന്ന പോയിന്റ് ഡിസ്കണ്ടിന്യൂസ് പോയിന്റ് ആണ്. എന്താണ് ഡിസ്കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന രണ്ട് വാല്യൂസ് 1ഉം 0 ആണ്. പക്ഷേ 1 എന്ന് പറയുന്നത് ഒരു ബൗണ്ടറി പോയിന്റ് ആണ്. അത് കഴിഞ്ഞാൽ അവിടെ ആ ഫംഗ്ഷൻ്റെ ഗ്രാഫിനൊരു ബ്രേക്ക് വന്ന് നേരെ 0ലേക്ക് ചാടുകയാണ്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഡിസ്കണ്ടിന്യൂസ് പോയിന്റ് ആണ്. നേരെ മറിച്ച് ഇപ്പോൾ ഇത് കണ്ടിന്യൂസ് പോയിന്റ്, ഇതിനകത്തൊരു പോയിന്റ് ആണെങ്കിൽ നമുക്ക് ഈ ആൻസർ 1 എന്ന് ഇട്ട് കൊടുക്കാം. ഇവിടെ എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഒരു ബൗണ്ടറി പോയിന്റ് ആണ്, അത് ഡിസ്കണ്ടിന്യൂസ് പോയിന്റ് ആണ്. അതായത് അത് കഴിഞ്ഞാൽ അടുത്ത വാല്യൂ 0ലേക്ക് ചാടുകയാണ് ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു 1 ഈസ് എ ഡിസ്കണ്ടിന്യൂസ് പോയിന്റ്. അപ്പോൾ നമ്മൾ പഠിച്ച നേരത്തെ ഞാൻ പറഞ്ഞ തിയറം യൂസ്ഫുൾ ആവും. ഡിസ്കണ്ടിന്യൂസ് പോയിന്റ് ആണെങ്കിൽ വാല്യൂ ഓഫ് ദിസ് ഇൻറ്റഗ്രൽ ഇസ് ഈക്വൽ ടു ആവറേജ് ഓഫ് ദി റൈറ്റ് ലിമിറ്റ് എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ്. ഇതാണ് റിസൾട്ട് വരുന്നത്. അതായത് എഫ് ഓഫ് 1 പ്ലസ് കാണണം, അതായത് 1ൻ്റെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കാണണം. എങ്ങനെ 1ൻ്റെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കാണാം? എക്സ് ഇസ് ഈക്വൽ ടു 1ൻ്റെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ ഈ ഇൻ്റർവെല്ല് നോക്കിയാൽ മതി. 1ൻ്റെ റൈറ്റ് 1 കഴിഞ്ഞിട്ടുള്ള വാല്യൂസ് അല്ലേ, 1 കഴിഞ്ഞിട്ടുള്ള ബാക്കി mod x ഗ്രേറ്റർ ദാൻ 1ലൊക്കെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പോൾ 1 പ്ലസ് എന്ന് പറയുമ്പോൾ റൈറ്റ് 1 കഴിഞ്ഞിട്ടുള്ള വാല്യൂസിൻ്റെ ഫംഗ്ഷൻ വാല്യൂ വേണം എടുത്തെഴുതാൻ. 1 പ്ലസ് എന്ന് പറയുമ്പോൾ 1 കഴിഞ്ഞിട്ടുള്ള വാല്യൂ ദാറ്റ് ഈസ് 0 ഫംഗ്ഷൻ്റെ വാല്യൂ. ഇനി എഫ് ഓഫ് 1 മൈനസ് എന്ന് പറയുമ്പോൾ 1ൻ്റെ തൊട്ട് മുന്നേ ഉള്ള ഇതാണ് 1, ഇവിടെയാണ് 1, അതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള എക്സ് വാല്യൂസിൻ്റെ വാല്യൂ എന്താണ്? 1. അപ്പോൾ 1ൻ്റെ ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് 1 ആണ്, 1ൻ്റെ റൈറ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് നമുക്ക് 1 എന്ന് കിട്ടും. Therefore ആവറേജ് ഓഫ് എഫ് ഓഫ് 1 പ്ലസ് എഫ് ഓഫ് 1 മൈനസ് ഈസ് 0 പ്ലസ് 1/2, ദാറ്റ് ഈസ് എന്ത് വരും? 1/2 എന്ന് വരും. അപ്പോൾ നമുക്കിവിടെ കൊടുക്കാം therefore integral 0 to infinity sin of omega cos omega by omega d omega is equal to π/2 ഇൻറ്റു എഫ് ഓഫ് 1 ആണ് നമുക്കിപ്പോൾ കിട്ടിയത്, ദാറ്റ് ഈസ് 1/2. സോ ആൻസർ π/4 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഞാൻ ക്വസ്റ്റ്യനിൽ എക്സ് എഴുതിയിട്ടുണ്ടായിരുന്നു, എക്സ് ഇല്ല അവിടെ. ഹെൻസ് ഇവാലുവേറ്റ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിൽ ഹെൻസ് ഇവാലുവേറ്റ് സൈൻ ലാംഡ കോസ് ലാംഡ ഡി ലാംഡ അല്ല, ആ എക്സിന് 1 കൊടുത്തിട്ടുള്ളതാണ് നമ്മൾക്ക് കണ്ടുപിടിച്ചത്. ക്ലിയർ? അപ്പോൾ ഡിസ്കണ്ടിന്യൂസ് പോയിന്റ് ആണെങ്കിൽ നമുക്ക് വാല്യൂ ഈ രീതിയിൽ വേണം കണ്ടുപിടിക്കാൻ.